വിരമിക്കലിന് ശേഷമുള്ള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ PF നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നിശ്ചിത സേവനകാലവും മറ്റ് വ്യവസ്ഥകളും പാലിച്ചാൽ മാത്രമേ PF തുക അക്കൗണ്ടുകളിൽ നിന്നും പിൻവലിക്കാനാവൂ. ഈ സാഹചര്യത്തിൽ സ്വന്തമായി വീട് വാങ്ങാനോ നിലവിലുള്ള ഹോം ലോൺ തിരിച്ചടയ്ക്കാനോ EPF ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ EPFOയുടെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്വന്തമായി വീട് വാങ്ങാനോ നിലവിലുള്ള ഹോം ലോൺ തിരിച്ചടയ്ക്കാനോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ EPFOയുടെ 2026 പുതിയ PF പിൻവലിക്കൽ മാനദണ്ഡങ്ങൾ അറിഞ്ഞിരിക്കണം. നിശ്ചിത സേവനകാലവും മറ്റു വ്യവസ്ഥകളും പാലിച്ചാൽ മാത്രമേ PF തുക പിൻവലിക്കാൻ കഴിയൂ. ചട്ടങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ അപേക്ഷ വൈകാനോ അല്ലെങ്കിൽ നിരസിക്കപ്പെടാനോ സാധ്യതയുണ്ടെന്ന് EPFO വ്യക്തമാക്കുന്നു. EPFOയുടെ ഹൌസിംഗ് സ്കീം പ്രകാരം കുറഞ്ഞത് 3 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് PF അക്കൗണ്ടിലെ ആകെ നിക്ഷേപത്തിന്റെ 90% വരെ പിൻവലിക്കാൻ സാധിക്കും. ഇതിനായി PF അക്കൗണ്ടിൽ 20,000 രൂപയിലധികം ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതേസമയം സ്റ്റാൻഡേർഡ് അഡ്വാൻസ് പ്രകാരം 5 വർഷത്തെ സേവനമുള്ളവർക്ക് അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും ചേർന്ന 36 മാസത്തെ തുകയോ വസ്തുവിന്റെ യഥാർത്ഥ വിലയോ പിൻവലിക്കാനാകും. PF ഉപയോഗിച്ച് വീട് വാങ്ങുമ്പോൾ തുക ലഭിച്ച് 6 മാസത്തിനുള്ളിൽ ഇടപാട് പൂർത്തിയാക്കിയിരിക്കണം. വാങ്ങുന്ന വസ്തു അപേക്ഷകന്റെ പേരിലോ ജീവിത പങ്കാളിയുമായി ചേർന്നോ രജിസ്റ്റർ ചെയ്തിരിക്കണം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ മൂന്നാം കക്ഷികളുടെ പേരിലുള്ള വസ്തുവിന് PF പിൻവലിക്കാൻ അനുമതിയില്ല. വീട് നിർമ്മിക്കുന്നവർ പിൻവലിച്ചതിന് 6 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുകയും അവസാന ഗഡു ലഭിച്ചതിന് 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുകയും വേണം. നിലവിലുള്ള ഹോം ലോൺ അടയ്ക്കുന്നതിനും PF ഉപയോഗിക്കാവുന്നതാണ്. ലോൺ നൽകിയ സ്ഥാപനത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 മുതൽ 10 വർഷം വരെ സേവനം ആവശ്യമായേക്കാം. പിൻവലിക്കാവുന്ന പരമാവധി തുക PF ബാലൻസിന്റെ 90% ആണെങ്കിലും അത് കുടിശ്ശിക വായ്പാ തുകയേക്കാൾ കൂടുതലാകില്ല. ഈ തുക അംഗത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, നേരിട്ട് വായ്പ നൽകിയ ബാങ്കിലേക്കോ ഹൌസിംഗ് ഫിനാൻസ് സ്ഥാപനത്തിലേക്കോ ആണ് EPFO കൈമാറുക. ഇതിനായി കുടിശ്ശിക തുക വ്യക്തമാക്കുന്ന ബാങ്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഭൂമി വാങ്ങുന്നതിനും PF പിൻവലിക്കാവുന്നതാണ്. ഭൂമി വാങ്ങാൻ 5 വർഷത്തെ സേവനം നിർബന്ധമാണ്. അടിസ്ഥാന ശമ്പളവും DAയും ചേർന്ന 24 മാസത്തെ തുകയോ ഭൂമിയുടെ യഥാർത്ഥ വിലയോ ഇതിൽ ഏതാണോ കുറവ് അത്രയും തുക ഒരു തവണ മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ. അതേസമയം വിരമിക്കലിന് ശേഷമുള്ള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ PF നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ നേരത്തെ തുക പിൻവലിക്കുന്നത് ദീർഘകാല സമ്പാദ്യത്തെ ബാധിക്കും. അതിനാൽ മറ്റു സാമ്പത്തിക മാർഗങ്ങൾ ലഭ്യമെങ്കിൽ ആദ്യം അവ പരിഗണിക്കുകയും PF പിൻവലിക്കൽ അവസാന മാർഗമായി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.